പ്രൈസ് ലോർഡ്. സ്നേഹവന്ദനേവർക്കും. പിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അനുഭൂതി എന്തെന്ന് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ദൈവം നമുക്ക് എന്താണ് തരുന്നതും ദൈവത്തിന് നമ്മൾ ആത്മാവ് സമർപ്പിക്കുമ്പോൾ, ഭാരങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിനോട് നിന്ന് കിട്ടുന്ന അനുഗ്രഹം, കൃപയും സമാധാനം എന്താണ് നമുക്ക് ഇവിടെ നിന്ന് വായിക്കാം. അത് 1 കൊരിന്ത്യരിലെ സ്തോത്രഹാല 2:9 വാക്യമാണ്. ഈ വാക്യം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്. അപ്പോൾ ദൈവം തന്നെ സ്നേഹിക്കും. അപ്പോൾ ദൈവത്തിന് ഒരാളെ ഇഷ്ടമാകണമെങ്കിൽ നമ്മളെ പ്രവൃത്തിയും നമ്മളെ ശോധന ചെയ്ത് ദൈവത്തിക്ക് ഇഷ്ടമായിരിക്കുന്ന ഒരാൾക്ക് ദൈവം ഒരുക്കിയിട്ട് എന്തെന്നറിയാം, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അപ്പോൾ കണ്ണ് അവിടെ കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്ത കാര്യം ദൈവം നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറം നമുക്ക് ദൈവം എല്ലാം എന്താണ് സത്യത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ജീവിച്ച് എവിടെയും ദൈവം തന്നതാണെന്ന് പറഞ്ഞ് ഉറപ്പിച്ച് കൊടുക്കുവാൻ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്ത കാര്യം ദൈവത്തിൻ്റെ, ഒരു മനുഷ്യനും കേൾക്കാത്ത കാര്യം, ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റുന്ന കാര്യം ദൈവം നമുക്ക് തരുന്നു. അത് ദൈവത്തിൻ്റെ നാമത്തിൽ ഇരുന്ന് ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിച്ച് നമുക്ക് ദോഷങ്ങൾ നമ്മളും വരുത്തിയില്ലെങ്കിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്. അപ്പോൾ ദൈവം നമ്മൾ മാത്രം സ്നേഹിച്ചപ്പോൾ ദൈവം നമ്മളെയും കൂടി സ്നേഹിക്കണ്ടേ. അപ്പോൾ ദൈവത്തിനെ സ്നേഹിക്കുന്ന കാര്യം ദൈവത്തിനെ ഉറച്ച് നമ്മൾ നിൽക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭൂതിയും അനുഗ്രഹവും നമുക്ക് ജീവിതത്തിൽ സകല നന്മകളോട് കൂടി നമുക്ക് സകല നന്മകൾ ചെയ്യാനും, അതുപോലെ ദൈവത്തിൻ്റെ എന്താണ് ദാനം, ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ കരുണ എല്ലാം നമുക്ക് തരുമ്പോൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എപ്പോഴും മക്കളായിരിക്കാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും മക്കൾ രാജപ്രൗഢമായിരിക്കുവാൻ ദൈവം തരുന്ന സന്തോഷമാണിത്. ആമേൻ. ആ സന്തോഷം, ആ പ്രൗഢമായ സമാധാനം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പം നിങ്ങളെ ദൈവത്തിനോട് ചേർന്ന് നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രമാണ് നമ്മൾ ദൈവത്തോട് പറയുക. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നമ്മൾ അറിയണം. നമ്മുടെ ശ്വാസം ദൈവത്തിന് മുന്നിലിരിക്കുന്നു എന്ന് ഓർക്കണം. അപ്പോൾ ആ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്ത കാര്യമാണ് നമുക്ക് തരാൻ നന്മകൾ. അത്രയും നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. ആമേൻ. സ്തോത്രം.